നന്ദിയുണ്ട് ശ്രീ സതീശ, നന്ദിയുണ്ട്. എന്തിനാണെന്നല്ലേ പറയാം, വഴിയേ പറയാം. കേരള നിയമസഭയിലേക്ക് നേർനടയിലൂടെ, അതായത് മെയിൻ എൻട്രൻസിലൂടെ കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും എത്ര പടിക്കെട്ട് കയറി ഇറങ്ങണം അറിയാമോ? 30. അവിടെ നിന്ന് മെയിൻ ഗേറ്റ് വരെ എത്ര ദൂരമുണ്ടെന്ന് അറിയാമോ? 30 മീറ്റർ. കഴിഞ്ഞ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയ് 18-ന് ശേഷം കേരളത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ചിലരെയൊക്കെ ജനം വീട്ടിലിരുത്തി, ചിലർ ജനം സ്റ്റേറ്റ് കാറിൽ കയറ്റിയിരുത്തി. സത്യമാണ് പറഞ്ഞത്. ഇതാ നോക്കൂ. അതിനുശേഷം ഈ 30 പടിക്കെട്ടുകൾ അനായാസം ഇറങ്ങി 30 മീറ്റർ ദൂരം കൂളായി നടന്ന് മെയിൻ ഗേറ്റിലേക്ക് വരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയാണ് നിങ്ങളിതാ ഇവിടെ കാണുന്നത്. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ശ്രീ PP ശശിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയോ പിറന്ന് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയോ വളർന്ന് എയർ ഇന്ത്യയിൽ എങ്ങനെയോ വന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് ഫൈനാൻസ് ബില്ല് വന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി ചർച്ച ചെയ്തിട്ട് സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സഖാവ് ശശിയാശാൻ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ ബില്ല് ഇങ്ങനെ പാസ്സാക്കി എടുത്താൽ നിയമപരമായിട്ട് അവർക്കൊരു അവകാശം കൊടുക്കലാണ് അതിന്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്. എന്നാൽ അവർക്ക് അവകാശം കൊടുക്കുന്നതിനേക്കാളും ഇവർക്ക് താല്പര്യമാണല്ലോ ഇത് നടപ്പാക്കാൻ. അതുകൊണ്ടാണല്ലോ ഇത്ര വാശിയോടെ നടപ്പാക്കാൻ പുറപ്പെടുന്നത്. ഈ പിണറായി വിജയനാണ് ഒറ്റ നിലയുള്ള വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ 30 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് വെച്ചത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അതുപോട്ടെ, ആരോഗ്യ കരുതലിനായി നീന്തൽക്കുളമുണ്ടാക്കിയ കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണിത്. എന്നാൽ ഈ പിണറായി വിജയനാണ് കേരള യാത്രക്കിടെ, നവകേരള യാത്രക്കിടെ ബസ്സിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയില്ല എന്ന് വാശി പിടിച്ച് 10 ലക്ഷം രൂപ മുടക്കിയ ബസ്സിന് ലിഫ്റ്റ് വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. അത് ഉപകാരം കഴിഞ്ഞപ്പോൾ, ഉദ്ദേശം കഴിഞ്ഞപ്പോൾ ഇളക്കി മാറ്റുകയും ചെയ്തു. ഈ പിണറായി വിജയനാണ് 10 മീറ്റർ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ബസ് അതിന് വളഞ്ഞു കയറി ചുറ്റി വേദിക്ക് മുന്നിൽ തന്നെ കൊണ്ട് ഇറക്കാനായി 23 സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചത്. നാട്ടുകാരുടെ പണം കാണുമ്പോൾ എന്തും ചെയ്യാൻ തോന്നുന്ന, നാട്ടുകാരുടെ പണം കാണുമ്പോൾ അർമാദിക്കാൻ തോന്നുന്ന ഒരുതരം വിങ്ങലുണ്ട്, ഒരു പാർട്ടിക്കുണ്ടാകുന്ന ഒരു മതിഭ്രമമുണ്ട്. അതായിരുന്നു പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയും അനുയായികളും. ഇന്നിതാ കാര്യം മാറി, കഥ മാറി, സുരക്ഷാ കമാൻഡോസ് മാറി, രക്ഷാപ്രവർത്തകർ മാറി, അപ്പോൾ ആളും മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, ഒന്നും വേണ്ട. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 247 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാർ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ഖജനാവിൽ നിന്നെടുത്ത് 3ാം തവണയും ഒന്ന് ജയിച്ചു കിട്ടാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തലേ മാസം കേരളത്തിലുടനീളം വികസന കേരളം എന്ന ഫ്ലക്സുകൾ, പത്രപരസ്യങ്ങളൊക്കെ അടിച്ചുവിട്ടത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.